ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആയാണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായിത്തീർന്നു. അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫിലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു. അബീമേലെക്ക് ഇസഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു പോക എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ, ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു. എൻ്റെ ഭാരവുമാ രക്ഷകേ, എൻ്റെ പാപഭാരവുമാ ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും ഞങ്ങളുടെ തലമുറകളുടെയും ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രാർത്ഥനാപൂർവം ക്രമപ്പെടുത്തിയിരിക്കുന്ന നിരണം മാരാമൺ ഭദ്രാസന കൺവെൻഷൻ്റെ കടശി രാത്രിയാണല്ലോ. കഴിഞ്ഞ രാത്രികളിൽ ഞങ്ങളോട് സംസാരിച്ച ഇടപെട്ട ദൈവമേ, ഈ രാത്രിയിലും വചനകേൾവിക്കായിട്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അഭിയന്ന മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ നേതൃത്വത്തിൽ, വൈദികരുടെ സാന്നിധ്യത്തിൽ, വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥനാപൂർവമായി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചൊരുങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, മോശയുടെ നാവോടുകൂടെ ഇരുന്ന ദൈവം അടിയൻ്റെ നാവോടുകൂടെ ഇരിക്കുകയും, കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ, കാതുകളെ, ഹൃദയത്തെ ദൈവവചനത്തിൻ്റെ ആഴവും അർത്ഥവും മർമ്മവും ഗ്രഹിക്കത്തക്ക വിധത്തിൽ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ ഞങ്ങൾ ഓർത്തതുപോലെ ആരെങ്കിലും മനോഭാരത്താൽ ഈ വചനകൂടാരത്തിൻ്റെ തണലിൽ അടുത്തു വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഭാരങ്ങളിലും അസ്വസ്ഥതകളിലും ഈ വചനത്തിൻ്റെ തണലിലേക്ക് അടുത്തു വരുന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചവരെ ആശീർവദിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ, ഈ വചനകൂടാരത്തിൻ്റെ തണലിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ, ആകാശത്തിൻ്റെ കിളിവാതിൽ കർത്താവെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഈ കൂടാരത്തിൻ്റെ മുകളിൽ ഹല്ലേലൂയ തുറന്നു വെച്ച് സ്വർഗത്തോളം എത്തുന്ന ഗോവേണിയും
അതിലൂടെ കയറിയിറങ്ങുന്ന ദൂതന്മാരുടെ സാന്നിധ്യവും ദൈവമേ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ മേൽ ഇടപെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവും ആവാസവും ഒരുപോലെ അനുഭവിപ്പാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളാലും കൃപകളാലും ഞങ്ങളെ നിറച്ച് തുണച്ച് കരുണയോടെ കടാക്ഷിക്കണമേ. വചനം സംസാരിക്കുന്നതിനടിയനെ സഹായിച്ചുകൊണ്ടിരിക്കണമേ. മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു തമ്പുരാൻ്റെ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയും കൃപയോടെ കൈക്കൊള്ളണമേ. ആമേൻ. ബലഹീനനായ എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ച ദൈവത്തിന് ഞാൻ 1000 സ്തോത്രം ആദ്യമായി അർപ്പിക്കുകയാണ്. ഒരു വിശുദ്ധനായ മനുഷ്യൻ്റെ ജീവചരിത്രം വായിച്ചു വന്നപ്പോൾ ശ്രദ്ധേയമായ ഒരു വാചകം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് യോഗ്യനായ ഒരാളിനെ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. കിട്ടാതെ വന്നപ്പോൾ ഒടുവിൽ അയോഗ്യനായ ഈ എന്നെ കണ്ടെത്തുകയും ആ ശുശ്രൂഷ ഭരമേൽപ്പിക്കുകയും ചെയ്തതായി വായിക്കുവാൻ ഇടയായ. നിശ്ചയമായും ആ ചിന്തയോടുകൂടെയാണ് ഞാൻ ഈ സദസ്സിൻ്റെ മുൻപാകെ നിൽക്കുന്നത്. യോഗ്യത കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടാണ് ഇങ്ങനെയുള്ള നിയോഗങ്ങളും പദവികളും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ലഭിച്ചിട്ടുള്ളവർക്ക് ദൈവം നൽകിയിട്ടുള്ളത്. നിശ്ചയമായും ദൈവത്തിൻ്റെ കരുണ കഴിഞ്ഞാൽ അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ വലിയ കരുതലും സ്നേഹവും ഈ നിയോഗത്തിൻ്റെ പിന്നിൽ ഉണ്ട് എന്നതിന് 2 പക്ഷമില്ല. ഈ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കുന്ന ദൈവം വിളിച്ച് വേർതിരിക്കുന്നതായ കാലയളവിൽ അതിൻ്റെ ആദ്യത്തെ നാളുകൾ അഭിവന്യ തിരുമേനിയോട് ചേർന്ന് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ പ്രവർത്തിപ്പാൻ ഇടയായത് വളരെ നന്ദിയോടും സന്തോഷത്തോടും കൂടെ ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ ആ നാൾ മുതൽ ഈ നാൾ വരെയും അനുഭവിപ്പാൻ ഇടയായി. ഈ നാളുകളിൽ സഭയ്ക്ക് തരുണത്തിൽ നേതൃത്വം നൽകുന്ന തിരുമേനിയുടെ അനുഗ്രഹകരമായ ശുശ്രൂഷയ്ക്കും നാം പ്രാർത്ഥിച്ചല്ലോ, തുടർന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ തരുണത്തിൽ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, തിരുമേനിയോട് ചേർന്ന് ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി പ്രിയപ്പെട്ട മാത്യൂസ് അച്ഛനിലൂടെ വളരെ മുൻകൂട്ടി തന്നെ ഈ നിയോഗം എന്നെ ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടും കൃത്യതയോടും ചിട്ടയോടും രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ കൺവെൻഷൻ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് അനുഗ്രഹമായി തീർന്നു. തുടർന്നും ഉള്ള ദിവസങ്ങളിലും പ്രത്യേകിച്ച് നാളത്തെ വിശുദ്ധ കുർബാനയും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള സംഗമങ്ങളിൽ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കേട്ടിട്ടുണ്ട്. കൺവെൻഷൻ യോഗങ്ങൾ, ധ്യാനയോഗങ്ങൾ ഒക്കെ ക്രമപ്പെടുത്തുന്നതിനെക്കുറിച്ച് 3 കാര്യങ്ങളാണ് പ്രധാനമായും പ്രസംഗകർ ആദ്യ വാക്കുകളിൽ നൽകാറുള്ളത്. ഒന്ന്, ബഹുമാനപ്പെട്ട എബിയച്ചൻ അത് നമ്മളെ വളരെ ശക്തമായ ഭാഷയിൽ ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് ശ്രമിച്ചു. അതിലൊന്ന്, പാപികൾ മനസ്സാന്തരപ്പെടുക എന്നുള്ളതാണ്. 2, പിന്മാറ്റക്കാരായിരിക്കുന്ന ആളുകൾ മടങ്ങി വരിക എന്നുള്ളതാണ്. 3, വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ ജീവിതം വളരെ ആരോഗ്യപരമായി ദൈവത്തോടും വചനത്തോടും തിരുസഭയോടും ചേർന്ന് നിലനിർത്തത്തക്ക വിധത്തിൽ അവരെ ഒഴുക്കിയെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സംഗമങ്ങളിൽ. നമ്മളൊരു പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ മാസത്തിൻ്റെ പകുതിയോടടുത്തിരിക്കുന്നതായ സന്ദർഭത്തിൽ 14-13 ദിവസങ്ങൾ കഴിയുമ്പോഴും പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പിച്ച ദൈവത്തോട് ചേർന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളെ പുനർവിചിന്തനം ചെയ്യുന്നതിനും പുനഃസമർപ്പണം ചെയ്യുന്നതിനും ഒരു പുതുജീവൻ പ്രാപിക്കുന്നതിനുള്ള സംഗമം കൂടിയാണ് ഇങ്ങനെയുള്ള വേദികൾ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അതിന് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ ദിവസം ബഹുമാനപ്പെട്ട ഷാജി സാർ നമ്മളോട് പറഞ്ഞു, ഹൃദയപൂർവമായ ഒരു ബന്ധമാണ് ഇങ്ങനെയുള്ള സംഗമങ്ങളിൽ നമുക്ക് സാധ്യമായി തീരേണ്ടത്.
ഹൃദയപൂർവമായ ഒരു ബന്ധം. രണ്ടാമത്തെ ദിവസം അഭിമന്യ സഭകരൻ മെത്രാപ്പൊലീത്ത തിരുമേനി അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ ഇങ്ങനെ നമ്മളോട് പറഞ്ഞു: ദൈവത്തിൻ്റെ വേദനകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരായില്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗമങ്ങൾ വ്യർത്ഥമാണ് എന്ന് അടിവരയിട്ട് പറയുവാൻ അഭിമന്യ നമ്മളുടെ കൂർലോസ് സഭകരൻ മെത്രാപ്പൊലീത്ത തിരുമേനി നമ്മളെ ഉപദേശിച്ചത് ഇപ്പോഴും നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടല്ലോ. അനുബന്ധമായി എബ്രഹാം മാർ സെറാഫീൻ തിരുമേനി നമ്മളോട് പറഞ്ഞ വചനവും നമ്മളുടെ ഓർമ്മയിലുണ്ട്. പുറമേയുള്ള ബ്യൂട്ടിയേക്കാൾ അകമേയുള്ള സൗന്ദര്യത്തിൽ ദൈവത്തോട് ചേർന്ന് ആരോഗ്യപരമായ ജീവിതം നയിക്കുവാൻ തിരുവചനത്തിലൂടെ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ മൂന്നാം രാത്രി, പ്രത്യേകിച്ച് കടശി യോഗമായി നൽകുന്ന ഈ രാത്രി, ചുരുക്കം സമയത്തിൽ നമുക്ക് വായിച്ച ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് വായിക്കുന്നതോടൊപ്പം ആ അധ്യായത്തെയും അനുബന്ധമായി നിൽക്കുന്ന വേദഭാഗങ്ങളെയും ശ്രദ്ധയോടെ നമ്മൾ കേട്ട് ഈ രാത്രി അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2001 സെപ്റ്റംബർ മാസം 11 ചൊവ്വാഴ്ച ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വൈകിട്ട് 5:44 ന്യൂയോർക്ക് നഗരത്തിലെ പ്രസിദ്ധമായ വേൾഡ് ട്രേഡ് സെൻ്ററിൽ ഭീകരമായ ബോംബ് ആക്രമണം. ഭീകരപ്രവർത്തകർ വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ ഒട്ടനവധിയാണ്. ഒട്ടനവധി ആളുകളുടെ ജീവൻ പൊലിഞ്ഞ നേരമായിരുന്നു, നിമിഷങ്ങളായിരുന്നു. കോടിക്കണക്കിന് നഷ്ടം. അന്നത്തെ ആ വലിയ ദുരന്തത്തിൽ രക്ഷപ്പെട്ട ഒരാളിനെക്കുറിച്ച് വായിക്കുവാൻ ഇടയായി. പിന്നീട് അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങൾ വളരെ വ്യക്തമായി കോർത്തിണക്കി നൽകിയതും വായിക്കുവാൻ ഇടയായി. ആ മനുഷ്യൻ്റെ പേര് തിമോത്തി ലാങ് എന്നാണ്. തിമോത്തി ലാങ്. അദ്ദേഹം പറയുകയാണ്, വാൾ സ്ട്രീറ്റിലെ ഷെയർ ബിസിനസ്സിലേക്ക് താൻ ആകൃഷ്ടനായി അങ്ങനെ കോടികളുടെ അധിപനായിരുന്നു തിമോത്തി ലാങ്. ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ ബിസിനസ് കാലത്ത്: പണം സമ്പാദിക്കുക. അത് ജീവിതത്തിൻ്റെ വലിയ ഒരു ഹരമായി തീരുകയാണ്. പിന്നെയും അദ്ദേഹം പറയുന്നു, ജീവിതത്തിലെ മുൻഗണനാക്രമം നിശ്ചയിച്ചിരുന്നത് എൻ്റെ ബിസിനസ്സായിരുന്നു. അതിലൂടെ ലഭ്യമായ വലിയ സാധ്യതകളായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണനാക്രമം നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നു, കുടുംബജീവിതം തകർന്നു. വിവാഹമോചനത്തിൻ്റെ വക്കിൽ എത്തി. തൻ്റെ 4 മക്കളും തനിക്ക് അന്യരെ പോലെയായി. എന്നാൽ ബോംബ് സ്ഫോടനം നടന്ന ദിവസം ഒരു സ്നേഹിതൻ്റെ സഹായത്തോടെയാണ് ട്രേഡ് സെൻറ്ററിലേക്ക് താൻ എത്തിയത്. തൻ്റെ ഓഫീസിൽ കയറി ഇങ്ങനെയുള്ള ഓഫീസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി താഴേക്ക് വരികയാണ്. 110 നിലകളുള്ള മന്ദിരം. ആ മന്ദിരത്തിൻ്റെ താഴത്തെ പല തട്ടുകളിലും 100 കണക്കിന് കാറുകൾ. തിമോത്തി ലാങ് കാർ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് കാതടപ്പിക്കുന്ന ശബ്ദം, ആളിക്കത്തുന്ന തീ, കൂറ്റൻ പുക. നിലത്ത് വീണ് ചില്ലുകൊട്ടാരം പോലെ തകർന്നിരിക്കുന്ന അവശിഷ്ടങ്ങളുടെ അടിയിൽപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന് സഹായത്തിനും രക്ഷപ്പെടുന്നതിനും ഉറക്കെ നിലവിളിക്കണമെന്ന് തോന്നി. പക്ഷേ ഒരു ശബ്ദവും പുറത്തു വരാത്ത വിധത്തിൽ പെട്ടുപോയ സാഹചര്യങ്ങൾ. നോ സൗണ്ട് came out. ഒരു ശബ്ദവും പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ അകപ്പെട്ട സാഹചര്യങ്ങൾ. അപ്പോഴും അല്പമായി നിൽക്കുന്ന ജീവനുമായിട്ടുള്ള മൽപ്പിടുത്തം. പൊട്ടിത്തെറിക്കുന്ന കാറുകളുടെ ശബ്ദം അപ്പോഴും കേൾക്കാം. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. വല്ലാത്ത കുരുക്ക്. നിസ്സഹായാവസ്ഥയിൽ ഉള്ളുരുകി അയാൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ ഓർമ്മ വന്ന കാര്യങ്ങൾ ഈ രാത്രിയിലെ വചന കേൾവിക്ക് നമ്മളെ സഹായിക്കും എന്നതുകൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് തയ്യാറാകുന്നത്.
അങ്ങനെ പെട്ടുകിടക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയിലും അനുബന്ധമായി ദൈവത്തോടുള്ള ബന്ധത്തിലും ഓർമ്മ വന്ന കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം എണ്ണിപ്പറയുന്നു. 1, ജീവിതത്തിൻ്റെ താളപ്പിഴകൾ. 2, മാതാപിതാക്കന്മാർക്ക് താൻ വരുത്തിവെച്ച ബുദ്ധിമുട്ടുകൾ. 3, ജീവിത പങ്കാളിയോടും മക്കളോടും ഇവരിൽ നിന്നുള്ള അകൽച്ച. 4, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ബാല്യകാലത്ത് വൈദികനാകുവാനുള്ള താല്പര്യം വെടിഞ്ഞ് ലൗകിക സുഖങ്ങളിലേക്ക് തിരിഞ്ഞുപോയ കാലങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിലെ വചനകേൾവിയിലൂടെ ഈ 2 ദിനങ്ങളിൽ മാത്രമല്ല, ഇന്ന് ആമുഖവാക്കുകളിലൂടെ സെക്രട്ടറി അച്ഛൻ ഓർപ്പിച്ചതുപോലെ വചനവായനയിലൂടെയും ജീവിതത്തെ പുനഃപരിശോധന ചെയ്യുന്നതിലൂടെയും എന്താണ് സാധ്യമായി തീരേണ്ടത്? ഈ സമയത്ത് ഇങ്ങനെ വല്ലാത്ത ഭീതിയിലും ആദിയിലുമായിരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ തൻ്റെ ഓർമ്മയിൽ ഓടിയെത്തി. തീയതി തിട്ടപ്പെടുത്തുവാൻ വർഷാരംഭത്തിൽ ഒരാൾ തന്ന ഒരു ചെറിയ കലണ്ടർ, പോക്കറ്റ് കലണ്ടർ. അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു വേദഭാഗമുണ്ട്, വചനമുണ്ട്. മറുഭാഗത്ത് 12 മാസത്തെ കലണ്ടർ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാതത്തിൽ തീയതി നോക്കുകയും കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തൻ്റെ ഓർമ്മയിൽ നിരന്തരം ഓടിയെത്തുന്ന ഒരു ഭാഗത്തുള്ള വചനം ഇങ്ങനെ വന്നു. ഇങ്ങനെയാണത്: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും, ബാക്കി പറയാമോ, ധൈര്യവുമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. യോശുവയുടെ പുസ്തകം 1:9 അതിൽ കുറിച്ചിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചും നിലവിളിച്ചും ആഗ്രഹിച്ചും ജീവിതത്തെ ശോധന ചെയ്യുമ്പോൾ രക്ഷാപ്രവർത്തകർ ചോദിക്കുന്നു, ഈ സംബഡി ഹിയർ, ആരെങ്കിലും ഇവിടെ ഉണ്ടോ രക്ഷപ്പെടാൻ എന്നുള്ള അർത്ഥത്തിലാണ്. അദ്ദേഹം പറയുന്നു, യെസ്, വൺ ഈസ് ഹിയർ, ഞാനിവിടെയുണ്ട്. പക്ഷേ പറയുന്നുവെങ്കിലും ശബ്ദം പുറത്തു വരുന്നില്ല. അപ്പോഴാണ് സൂക്ഷ്മതയോടുകൂടെ ചുവടുകൾ വെച്ച് നീങ്ങുന്ന രക്ഷാപ്രവർത്തകരുടെ ശബ്ദം. അനങ്ങുന്ന അല്പം കൈപ്പത്തി ആ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആളിൻ്റെ കാലിൽ, ഷൂസിൽ തട്ടിയിട്ട് അനങ്ങാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ ഈ പെട്ടുകിടക്കുന്ന മനുഷ്യനെ അവരവിടെ നിന്ന് എത്തിക്കുകയാണ്, ആശുപത്രിയിൽ എത്തിക്കുകയാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, ശാന്തമായ സന്ദർഭത്തിൽ അദ്ദേഹം എഴുന്നേറ്റിരുന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ലഭിച്ച പുതിയ ജീവിതം കൊണ്ട് എന്താണ് ഇനി മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം ഉടനടി പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: അറ്റുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക, റിസ്റ്റോർ ബ്രോക്കൺ റിലേഷൻഷിപ്പ്. അറ്റുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക. 2, ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം, മാതാപിതാക്കന്മാരോടുള്ള എൻ്റെ ബന്ധം, ജീവിത പങ്കാളിയോടും മക്കളോടുമുള്ള എൻ്റെ ബന്ധം. ഇങ്ങനെ പോകുന്നു പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ. ഈ രാത്രിയിലെ വചന കേൾവിയും അടുത്ത ദിവസത്തെ വിശുദ്ധ കുർബാനയും കഴിയുമ്പോൾ നമ്മൾ എന്ത് തീരുമാനമാണ് ഈ സംഗമങ്ങളിലൂടെ സാധ്യമായി എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കൺവെൻഷൻ യോഗത്തിൻ്റെ കടശി രാത്രിയാണല്ലോ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച ആദ്യത്തെ മാസത്തിൻ്റെ പകുതിയോടടുത്ത് വരുന്ന കാലങ്ങളാണല്ലോ. വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വേഗം ചില ചിന്തകൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ച് അവസാനിച്ച് പ്രാർത്ഥനയോടെ മടങ്ങാമെന്ന് ആഗ്രഹിക്കുകയാണ്. വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, ദൈവാനുഗ്രഹം ബലമായി പിടിച്ചു വാങ്ങിയ യാക്കോബ്, ഇവരുടെ മധ്യത്തിൽ നിലകൊള്ളുന്ന ഒരു ശക്തനായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇസ്ഹാക്ക്. അബ്രഹാമിൻ്റെ ചരിത്രം നമുക്കറിയാം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. കൽദയരുടെ ഊരിലെ വിഷ്മരതയിൽ നിന്ന് വെറുങ്കയോടെ അബ്രഹാമിനെ വിളിച്ച ചരിത്രം ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്നു. എവിടേക്ക് പോകുന്നുവെന്നറിയാതെ യാത്ര പുറപ്പെട്ടതിനെക്കുറിച്ചാണ് ആ വേദഭാഗം നമ്മുടെ മുൻപിൽ ചിന്തകൾ നിരത്തുന്നത്. ദൈവം വിളിച്ചു എന്ന ഒറ്റ കാരണത്താൽ അബ്രഹാമും ആ വിളിക്ക് പിന്നാലെ സാറയും യാത്ര തിരിച്ചതുകൊണ്ട് ദൈവം ഈ ഭൂമിയിൽ ചൊരിഞ്ഞ നന്മകൾ എത്ര വലുതാണ്. 4 പ്രത്യേകതകളാണ് ഇസ്ഹാക്കിനെ കുറിച്ച് എനിക്ക് പ്രാരംഭമായി നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അതേ തുടർന്ന് ചില ചെറിയ ചെറിയ ചിന്തകൾ പറഞ്ഞ് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ ദൈവം തമ്പുരാൻ്റെ മുൻപാകെ നമുക്ക് സമർപ്പിച്ച മടങ്ങാം. 1-ാമത്തെ ചിന്ത, ഇസ്ഹാക്ക് ഗോത്ര പിതാക്കന്മാരിൽ ധാർമ്മിക ബോധം ഉള്ളവനായിരുന്നു ഇസ്ഹാക്ക്. ദ മോറലി കോൺഷ്യസ്
വൺ എമംഗ് ദി പെട്രിയാർക്സ്. ഗോത്രപിതാക്കന്മാരിൽ ധാർമ്മിക ബോധം ഉള്ളവൻ. 2, ജീവിത വഴികളിൽ കളങ്കമേശാതെ തന്നെ തന്നെ സൂക്ഷിക്കുവാൻ ശ്രമിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഇസഹാക്ക്. കെപ്റ്റ് ഹിംസെൽഫ് അണ്ടേഡ് ഇൻ ദ വേസ് ഓഫ് ലൈഫ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുവാൻ ഇടയായത്. ജീവിതയാത്രയിൽ കളങ്കം ഏശാതെ, ലവലേശമേശാതെ തന്നെ തന്നെ ദൈവം തമ്പുരാൻ്റെ മുൻപാകെ കൃത്യതയോടുകൂടെ സൂക്ഷിക്കുവാൻ ശ്രമിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമ. 3-ാമത്തെ ചിന്ത ഇങ്ങനെയാണ് വായിക്കുവാൻ ഇടയായത്: ദൈവത്തോടും ശ്രദ്ധിക്കുക. തൻ്റെ വചനത്തോടുമുള്ള ബന്ധത്തിൽ ഒരു ധ്യാനാത്മക ജീവിത ശൈലിക്ക് രൂപം കൊടുത്ത ആളാണ്. എ മെഡിറ്റേറ്റീവ് ലൈഫ് സ്റ്റൈൽ. ജനസിസ് ചാപ്റ്റർ 24 വേഴ്സ് 63, ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായത്തിൻ്റെ 63-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ധ്യാനാത്മക ജീവിതത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 4-ാമത്തെ പ്രത്യേകത, ആധ്യാത്മിക ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നതിൽ ഉൾക്കാഴ്ചയുള്ള മനുഷ്യനായിരുന്നു. ധ്യാനാത്മക ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നതിൽ ഉൾക്കാഴ്ചയുള്ള മനുഷ്യൻ. ഞാൻ രാവിലെ ഈ വേദഭാഗം ആവർത്തിച്ച് വായിക്കുവാൻ ശ്രമിക്കുമ്പോൾ 2-3 ഫോൺ കോൾ എനിക്ക് വന്നു. ഈ പ്രദേശത്ത് താമസിക്കുന്നവരായി, ജനിച്ചു വളർന്നവരായും കുടുംബമായി ഇപ്പോൾ താമസിക്കുന്നവരായും ആളുകൾ വിദേശത്തുണ്ട്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചു, ഇന്ന് സന്ധ്യയെങ്കിൽ അച്ഛൻ ഞങ്ങളുടെ ദേവാലയത്തിലും ദേശത്തും ദൈവവചനം പ്രഘോഷിക്കാൻ പോകുന്നു. ഈ മീഡിയകളിലൂടെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ചിന്തകൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അച്ഛൻ്റെ സന്ദേശവും കേൾക്കുവാൻ ഞങ്ങൾ വൈകിയ വേളയ്ക്കായി കാത്തിരിക്കുന്നു. തീർന്നില്ല, അവർ പറയുകയാണ്, ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വലിയ ഒരു സന്തോഷമോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭവം. അതിനേക്കാൾ ഉപരി ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ദേവാലയം, ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായി ദേവാലയത്തിൻ്റെ മധ്യത്തിൽ വൈദികരും സുവിശേഷകരും മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ശാന്തമായ അവരുടെ പിന്നിൽ മുട്ടുകുത്തിയ ബെഞ്ചിൻ്റെ ഇടയിൽ. അവരെന്നെ കാണുന്നില്ല, അവർ പ്രാർത്ഥിക്കുകയാണ്. ഓരോ വിഷയങ്ങളും എണ്ണി എണ്ണി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം. അതുമാത്രമല്ല, ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ എന്നോട് സംസാരിക്കണമെന്ന് പറയുവാൻ അല്ലെങ്കിൽ കൊതിക്കുന്ന ഒരു സമൂഹം. എന്തൊരു വലിയ ഭാഗ്യമാണ്, എന്തൊരു വലിയ പദവിയാണ്. ഇസഹാക്കിൻ്റെ ജീവിതവും അനുഭവങ്ങളുമായി നമ്മൾ തട്ടിച്ചു വായിച്ചാൽ തുടർന്നുള്ള യാത്രയ്ക്ക് ഇതെല്ലാം നമ്മളേറെ സഹായിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ അബ്രഹാം, ഇസാഖ്, ഇവരുടെ 2 പേരുടെയും ജീവിതം തട്ടിച്ച് നോക്കി പരിശോധിച്ചാൽ ഇരുവരും കൂടാരവാസികളും സഞ്ചാരികളുമായിരുന്നു എന്ന് വേദപുസ്തകം വായിക്കുന്നതിലൂടെ പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് കൂടാരവാസികളും സഞ്ചാരികളും ഒക്കെ ആയിരുന്നതിൻ്റെ പ്രത്യേകത? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ്റെ മിഷണറി യാത്ര ഒരു സഞ്ചാരത്തിൻ്റെ യാത്രയായിരുന്നു. ദൈവ ഉദ്ദേശത്തിൻ്റെ നടപടികളുമായി മുന്നേറുന്ന യാത്രയായിരുന്നു. അപ്പോസ്തലന്മാരുടെ ചുവടുവെപ്പുകൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ശക്തി ആവസിച്ച് മാത്രം യാത്ര തുടരണം എന്ന് പറയുന്ന ഒരു സഞ്ചാരത്തിൻ്റെ ശബ്ദമാണ്, സന്ദേശമാണ് അപ്പോസ്തലന്മാരുടെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഈ സഞ്ചാരികളും കൂടാരവാസികളും ഒക്കെ ജീവിത ചരിത്രം പഠിച്ചാൽ ദൈവത്തോട് അവർ സഹയാത്രികരാണ്. ആരെത്ര കാലം ഇവിടെ കാണും? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിൽ 2.5 വർഷം കൊണ്ട് ഇന്ന് പ്രഭാതത്തിലും ഒരമ്മ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. ആ അമ്മയുടെ ശവസംസ്കാരവുമായിട്ടുള്ള ബന്ധത്തിൽ അതിൻ്റെ ക്രമീകരണങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടാണ് വന്നത്. പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ ആരോഗ്യപരമായി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് അലമുറയിടുന്ന കുഞ്ഞുങ്ങൾ, ഇവിടെ നിന്ന് ഞാൻ വീട്ടിലെത്തും എന്നതിന് എന്തുറപ്പാണുള്ളത്?
ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളിലൊക്കെ നമ്മളുടെ സമയവും കാലവും നേരവും അത്തരുണത്തിൽ വചനത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ പുനർവിചിന്തനം ചെയ്ത് ജീവിതത്തെ തിരുത്തി ദൈവത്തിന് ഇഷ്ടമുള്ള ഏറ്റവും പ്രയോജനകരമായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തുകയല്ലേ വേണ്ടത്? നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടൊത്ത് സഹയാത്രികരാണ് നമ്മൾ. അബ്രഹാം ഏത് പാത സഞ്ചരിച്ചോ അതേ പാതയിലൂടെയാണ് ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഏറെക്കുറെ ഇസഹാക്ക് യാത്ര ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ക്ഷാമമുണ്ടായ കാലത്ത് അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ അരുളി ചെയ്തതിന് പ്രകാരം മിസ്രയീമിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉൽപ്പത്തി പുസ്തകം 12-ൽ നമ്മൾ അബ്രഹാമിൻ്റെ യാത്രയെക്കുറിച്ച് കേൾക്കുമ്പോൾ 11-10 ക്ഷാമകാലമുണ്ടായപ്പോൾ മിസ്രയീമിലേക്ക് യാത്ര ചെയ്യുന്ന. എന്നാൽ 26-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ക്ഷാമകാലത്ത് ഇസഹാക്ക് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഇങ്ങനെ അവിടെ വായിക്കുന്നുണ്ട്: അബ്രഹാം പോയ വഴികളിലൂടെ അല്ല നീ പോകേണ്ടത്, നീ ഫെലിസ്ത്യ ദേശത്തേക്ക് യാത്രയാകണം എന്നതിനെക്കുറിച്ചാണ് ഇസഹാക്കിന് ഉയരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം. ഫിലിസ്ത്യ ദേശത്തേക്ക് യാത്ര ചെയ്യണം. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. കൽദയരുടെ ഊരിലെ ഊഷ്മരതയിൽ നിന്ന് വെറും കരിയോടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇസഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തുമ്പോൾ അബ്രഹാമിൻ്റെ മനസ്സിലൂടെ വന്ന ചിന്തകൾ ഒരു വേദശാസ്ത്രജ്ഞൻ ഉരുവിട്ടത് ഇങ്ങനെയാണ്: കുഞ്ഞേ, യഹോവ നല്ലവനാണ്. ഈ ജീവിത പ്രതിസന്ധികളിലൊക്കെ ദൈവം വിശ്വസ്തനായിരുന്നു. വെറും കൈയോടെ ഇറങ്ങിത്തിരിച്ചതാണ്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിൽ നന്മയല്ലാതെ ഒന്നും പറയുവാനിട്ടില്ല. വാഗ്ദത്ത സന്തതിയാണല്ലോ ഇസഹാക്ക്. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര നല്ല അനുഭവങ്ങൾ! ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്, ദൈവം നമ്മളെ വിളിച്ച് സഹയാത്രികരായി യാത്ര ചെയ്യുമ്പോഴും വാഗ്ദത്ത സന്തതികളായി ഭൂമിയിൽ ധന്യരായി അനുഗ്രഹീതരായിട്ടൊക്കെ തീരുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമല്ല, പ്രതിസന്ധികളുണ്ടാകും, ക്ഷാമത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടിൻ്റെ അനുഭവങ്ങളുണ്ടാകും, വേദനയുടെ അനുഭവങ്ങളുണ്ടാകും, കയ്പിൻ്റെ അനുഭവങ്ങളുണ്ടാകും. അനുകൂലതകളിൽ മാത്രമല്ല, പ്രതികൂലതകളിലും ഒപ്പമിരിക്കുന്ന ഒരു ദൈവത്തെ ഇസഹാക്ക് ഈ രാത്രിയിൽ നമ്മളെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു പ്രായമുള്ള മനുഷ്യൻ പറമ്പിൽ ഇങ്ങനെ അധ്വാനിക്കുന്നത് കണ്ടപ്പോൾ സുന്ദരമായ രീതിയിലാണ് ഓരോ വർഷത്തെയും കൃഷി ഇറക്കുന്നതിന് മുൻപ് കയ്യിലുള്ള കൂന്താലിയും അനുബന്ധമായ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം ആ മണ്ണ് ഇളക്കി കൂനകൾ കൂട്ടുന്നത്. ആ കൂനയുടെ എല്ലാം കിളത്തം ഒരുപോലെയാണ്, എല്ലാ കൂനകളുടെയും ലെവൽ ഒരുപോലെയാണ്, ഒരേ ലൈനിൽ. എന്തൊരു കഴിവ്! ഞാൻ ഓരോ കൂന അദ്ദേഹം പിടിക്കുമ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു കൂലിക്ക് ഒരാളുണ്ടെങ്കിൽ വിളിച്ചാൽ കുറച്ചുകൂടെ സഹായകരമല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ തൂമ്പയുടെ കൈ അദ്ദേഹത്തിൻ്റെ തോളിലേക്ക്, അതായത് മണ്ണിൽ അതിൻ്റെ പ്രധാന ഭാഗം ഉറപ്പിക്കുകയും നീളമുള്ള കൈ അദ്ദേഹത്തിൻ്റെ തോളിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ മുഖത്തൂടെ ഒഴുകുന്നതും നെഞ്ചത്തൂടെ ഒഴുകുന്നതുമായ വേർപ്പിനെ ഒന്ന് തലോടിക്കൊണ്ട് രണ്ട് കൈയും ചേർത്ത് ഇങ്ങനെ ഇങ്ങനെ മെരുക്കിക്കൊണ്ട് കൈകളെ മലർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അച്ചോ, ഒരു തൂക്കം കപ്പ അതിനെന്തൊരു വിലയുള്ള കാലമാണ്. അത് വാങ്ങിക്കുവാനായിട്ടുള്ള നിറവ് ഉണ്ടായിരുന്നുവെങ്കിൽ, അതിനുള്ള വഴി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ദിവസങ്ങളായി ഞാൻ എൻ്റെ പറമ്പിൽ ഇങ്ങനെ അധ്വാനിക്കുകയില്ലായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ ചക്രം കറങ്ങി. അദ്ദേഹത്തിൻ്റെ വേദനകളും ആ മണ്ണിൽ നിന്നുള്ള പള്ളിയിൽ നിന്നല്ല അദ്ദേഹം പറഞ്ഞത്, പറമ്പിൽ അധ്വാന മേഖലകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു തൂക്കം കപ്പ വിശന്നിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ട വിധത്തിൽ ക്രമപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ അധ്വാനിക്കുന്നത്. കാലത്തിൻ്റെ ചക്രം അധികം കറങ്ങിയില്ല. അടഞ്ഞുപോയ വാതിലുകൾ ഓരോന്നോരോന്നായി ആ ഭവനത്തിന് തുറന്നു. ദേശത്തിൻ്റെ നടുവിൽ ദൈവം ഓർത്ത ഒരു ഭവനമായി മാറ്റി. ഇസാക്കിൻ്റെ ചരിത്രം നമ്മൾ വായിക്കാൻ പോവുകയാണ്. ക്ഷാമകാലത്ത് ഫിലിസ്ത്യ ദേശത്തേക്ക് നീ യാത്ര ചെയ്യണമെന്ന് ഉന്നതത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും, കടശി യോഗമാണല്ലോ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നവരല്ല. ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ
അനുഭവിച്ച് വചനത്തിൻ്റെ ആശ്വാസത്തിനായി വന്നിരിക്കുന്നവരുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നെറുകയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, വചനകൂടാരത്തിൻ്റെ തണലിൽ വരിക മാത്രമല്ല, ശ്രദ്ധയോടെ വചനം കേൾക്കുന്ന ഏതൊരുവനിലും, കൃത്തടങ്ങളിൽ അതുപോലെ സ്വീകരിക്കുന്ന ഏതൊരു മനുഷ്യനിലും ദൈവം പ്രവർത്തിക്കും, യാതൊരു സംശയവുമില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 26-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഫിലിസ്ത്യ രാജാവായ അബിമേലെക്കിൻ്റെ കരുണ ലഭിച്ചതുകൊണ്ട് അവൻ ആ ദേശത്ത് വിതച്ചു, 100 മേനി വിളവ് ലഭിച്ചു. നിങ്ങളുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു വാക്ക് ഞാൻ അടിവരയിട്ടിട്ടുണ്ട്. അതിന് 100 മേനി. 30, 60, 100 എന്ന് കൊയറകങ്ങൾ ഗാനങ്ങളിലൂടെ നമ്മളൊക്കെ പാടാറുണ്ട്. 30, 60 അല്ല, 100 മേനി ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നാണ് 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 13-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു, അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു എന്നാണ്. ഹി ബിക്കെയിം വെരി വെൽത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. വെറും ധനവാനല്ല, മഹാധനവാനായി തീർന്നിരിക്കുന്നു. ദൈവം ഓർത്താൽ ഓർത്തതാണ്, ദൈവം കണ്ടാൽ കണ്ടതാണ്, നോ ഡൗട്ട്. ഈ രാത്രിയിൽ വചനം കേട്ടിട്ട് പോകാം എന്നതിനേക്കാൾ ഉപരി ഈ രാത്രിയിൽ എൻ്റെ ജീവിതാനുഭവങ്ങളെ ഈ വചന കേൾവിയുടെ മുൻപാകെ മൊത്തമായി തുറന്നു വയ്ക്കും എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവസന്നദ്ധിയിൽ നമ്മെ തന്നെ തുറന്നു വെച്ചാൽ, കാലത്തിൻ്റെ ചക്രം അധികം കറങ്ങുന്നതിന് മുൻപ് അവസ്ഥകളെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും എന്നതിന് സംശയം വേണ്ട. എനിക്ക് അടുത്ത വാക്യം വളരെ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അങ്ങനെയാണ്. ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി എന്നാണ് 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ആ അസൂയ അതിൻ്റെ ഉച്ചകോടിയിലേക്ക് വരികയാണ്. എന്തുകൊണ്ട്? ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവത്തിൻ്റെ ശബ്ദത്തിന് വിധേയപ്പെട്ട ദൈവത്തിൻ്റെ വഴികൾക്കനുസരിച്ച് ചൂടുകൾ വെക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം അവൻ്റെ കൈവേലയെ അധ്വാനിച്ചു. ആരെങ്കിലും ഈ രാത്രിയിൽ അനുദിന ജീവിതങ്ങൾക്ക് വകയില്ലാതെ, എല്ലാവരും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ വഴികൾ അടയപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ, ഭക്ഷണകാര്യങ്ങൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ജീവിതത്തിൽ തോൽവിയുടെ വക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഞാൻ പറയട്ടെ, ദൈവം തമ്പുരാൻ ഈ വചന കേൾവിയിലൂടെ നമ്മളോട് സംസാരിക്കുന്നുവെങ്കിൽ, ആ വചനത്തിനനുസൃതമായിട്ടാണ് ഇന്ന് മുതൽ ചുവടുകൾ വെക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ കണ്ണുകൾ പൂട്ടുന്നതിന് മുൻപ് ദൈവം പുതിയ വഴികളെ തുറക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ ജീവിതത്തിൽ കണ്ണുകളടച്ച പല ആളുകളുണ്ട് ആവശ്യങ്ങളുടെ മുൻപിൽ. എന്തിനാ ഈ ജീവിതം? എന്തിനാണ് നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുന്ന സാധ്യതകൾ? ഒരു വൈദികൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ദേവാലയത്തിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്താണെന്ന് ചോദിച്ചാൽ വിശന്നിരിക്കുന്നവന് ആഹാരം നൽകുക എന്നുള്ളതാണ്. വിശന്നിരിക്കുന്നവൻ്റെ വിശപ്പിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ദൈവം കഠിനഹൃദയനല്ല. ക്ഷാമമുണ്ടാകും ജീവിതകാലത്ത്, ജീവിതയാത്രയിൽ. ക്ഷാമമറിഞ്ഞവരാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. ക്ഷാമമറിഞ്ഞ പ്രിയപ്പെട്ടവർ പലരും ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. പല കാര്യങ്ങളിൽ ക്ഷാമം ഉണ്ടായവരുണ്ട്. ജീവിതത്തിൻ്റെ തോൽവിയുടെ വക്കിലേക്ക് പോയവർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. കുടുംബാന്തരീക്ഷത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, അനുദിന ജീവിതാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ, എവിടെയൊക്കെ അധ്വാനിക്കാൻ പോയോ അവിടെയൊക്കെ മറ്റുള്ള ആളുകളോടുള്ള ബന്ധത്തിൽ വല്ലാത്ത വേദനകളിലും സങ്കടങ്ങളിലും ഉറക്കം കെടുത്തിയ അനുഭവങ്ങളിലൂടെ പോയവരുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വചനത്തിൻ്റെ തണലിരുന്ന് അല്പാൽപസമയം പോയി വരുന്നതിൽ കുഴപ്പമില്ല. അവിടെ തന്നെ തങ്ങി നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഫിലിസ്ത്യ ദേശത്തേക്ക് പോയ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. അസൂയാലുഹമായ വിധത്തിൽ അനുഗ്രഹിച്ചു ഫിലിസ്ത്യർക്ക്.
അസൂയ അതിൻ്റെ ഉച്ചകോടിയിൽ എത്തി. സംഭവിച്ചത് എന്താണെന്നറിയാമോ? 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഫിലിസ്ത്യർ അബ്രഹാമിൻ്റെ ദാസന്മാർ കുഴിച്ച കിണറുകൾ മൂടിക്കളഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അസൂയ അതിൻ്റെ ഉച്ചകോടിയിൽ എത്തിയപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഇസഹാക്കിനും സന്തത സഹചാരികളായി കൂടെ നിന്ന പ്രിയപ്പെട്ടവർക്ക് അബ്രഹാം കുഴിച്ച കിണറുകളാണ്. അസൂയ ഉച്ചകോടിയിലെത്തിയപ്പോൾ ഇനിയും നീ ധനവാനായി തീരണ്ട, മൂടുകയാണ്, മനഃപൂർവ്വമായി മൂടുകയാണ്. മനഃശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വലിയ അർബുദം പോലെയാണ്, അർബുദ രോഗം പോലെയാണ്. ഇത് നമ്മൾ ഊട്ടി വളർത്തിയാൽ അവസാനം അത് നമ്മെ കടന്നാക്രമണത്തിലൂടെ ശിക്ഷിക്കുന്ന വലിയ ശിക്ഷ, രക്ഷപ്പെടാൻ പറ്റാത്ത. വീണ്ടും അദ്ദേഹം എഴുതുന്നു, അസ്ഥികളുടെ അടിവേരിളക്കും അസൂയ എന്നുള്ളതാണ്. അസ്ഥികളുടെ അടിവേർ എന്താണെന്നും എവിടെയാണെന്നും എന്താണെന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഈ അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 26-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഈ അനുവാദം കൊടുത്ത അബീമേലെക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ചക്രവർത്തി ഈ ഇസ്ഹാക്കിനോട് പറയുന്ന ഒരു വാചകം അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നീ ഞങ്ങളെക്കാൾ ധനവാനായി തീർന്നിരിക്കുന്നു, ബലവാനായി തീർന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ ദേശം വിട്ട് പോകണം. അസ്ഥികളുടെ അടിവേറെന്ന് പറഞ്ഞാൽ എന്താ? ബലം കുറയുന്നത് എപ്പോഴാ? നമ്മളുടെ അസ്ഥികളുടെ ബലം കുറഞ്ഞാൽ നമ്മൾക്ക് നിവരാൻ സാധ്യമല്ല. നമ്മളുടെ ഹൃദയം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഈ രാത്രിയിൽ വിചിന്തനം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ തുറന്നു വയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഈ വചനം എന്നോടും കൂടെയാണ്, നമ്മളോട് എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ബലം കുറഞ്ഞു പോകുന്നത് എപ്പോഴാണ്? അവന് ദൈവത്തോടും വചനത്തോടുമുള്ള ബന്ധം ആരോഗ്യപരമല്ലെങ്കിൽ അവൻ്റെ ജീവിത പ്രതിസന്ധിയിൽ അവൻ തളർന്നു പോകും, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിലെ എല്ലാ വചന കേൾവിയിലും സറാഫീൻ തിരുമേനി കഴിഞ്ഞ ദിവസവും നമ്മളുടെ സഫർ മെത്രാപ്പൊലീത്ത തിരുമേനിയും ഷാജി സാറും ഒക്കെ ആടിവരയിട്ട് പറഞ്ഞത്, വചനത്തോടുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധം ആരോഗ്യപരമല്ലെങ്കിൽ തകർന്ന് തരിപ്പടമായി തീരും, യാതൊരു സംശയമില്ല. കുറേ നാളുകൾക്ക് മുൻപ് ഒരിടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ വൈദികരെ പോലെ ഞാനും ഇങ്ങനെ ഭവന സന്ദർശനം നടത്തുമ്പോൾ എന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തിയതും ഇന്നും ഈ ഓർമ്മയിൽ നിന്നും ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകാത്ത ഒരു വലിയ സങ്കടം കിടപ്പുണ്ട്. അത് ഞാനിവിടെ കുറിച്ചു, അത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പ്രായമുള്ള ഒരു പിതാവ് ഇങ്ങനെ ചാരുകസേരയിൽ ഇരിക്കുകയാണ്, ശാന്തനായിട്ടിരിക്കുകയാണ്. ചാരുകസേരയിൽ ഇങ്ങനെ ശാന്തനായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിന് ആശ്വാസം പകരുന്ന ഒരു സാധനമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ പുക വലിച്ചുകൊണ്ടിരിക്കുക, കാലിന്മേലെ കാലൊക്കെ വെച്ചുകൊണ്ട്. തൊട്ടടുത്തൊരു 5 മീറ്റർ അല്ല, ഒരു 4 മീറ്റർ കാണുമായിരിക്കും. ആ ഹോളിൻ്റെ മുൻപിൽ ഈ അപ്പച്ചനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ കൊച്ചു കുഞ്ഞിനെ നോക്കുവാൻ. ഒരു 2.5 വയസ്സ് 3 വയസ്സ് കാണുമായിരിക്കും. ഒരു കുഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ അവൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമവും സങ്കീർത്തനവും ചേർത്ത് വെച്ചുള്ള ഒരു പുസ്തകമാണ്. മൊത്തം ബൈബിളല്ല. ഈ പുതിയ നിയമവും സങ്കീർത്തനവും കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വിശുദ്ധ പുസ്തകം അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ അവൻ ഓരോന്നിങ്ങനെ കീറിക്കൊണ്ടേയിരിക്കുക. ഇതെല്ലാം നോക്കിക്കൊണ്ട് അടുത്ത് ഒരു പ്രായമുള്ള മനുഷ്യൻ, ആ കുഞ്ഞിൻ്റെ അപ്പനാണ്, അവിടെ ഇരിക്കുകയാണ്. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം എടുത്തിട്ട് ഞാൻ ചോദിച്ചു, അപ്പച്ചാ ഈ കുഞ്ഞ് കീറുന്ന പുസ്തകം അപ്പച്ചനെ കണ്ടില്ലേ? ഉടനെ അദ്ദേഹം പറഞ്ഞ സെൻറ്റൻസ് ഇങ്ങനെയാണ്, അതെന്നെ എന്നും ഇങ്ങനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലേലും ഈ ചെറുക്കൻ, അവൻ്റെ നാടൻ ഭാഷ, ഒരു കൊളോക്കിയൽ ലാംഗ്വേജ്, ഇവൻ ഇങ്ങനെയാണ്. എങ്ങനെയാ ഇവൻ ഇങ്ങനെയാണ്? എങ്ങനെയാ? ഇവൻ്റെ കയ്യിലിരിക്കുന്നത് എന്താ?
ഇവൻ ചെയ്യുന്നത് എന്താണ്? ഇതിൻ്റെ മഹത്വം എന്താണ്? ഇതിൻ്റെ വില എന്താണ്? ഇതിനുള്ളിലൂടെ സാധ്യമാക്കിയ ദൈവം നൽകിയ പദ്ധതി എന്താണ്? ദയവായി ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കണം. എൻ്റെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇവൻ ഇങ്ങനെയാണ്, ഇവൻ ഇങ്ങനെ പോയാൽ എങ്ങനെയാകും? ഇവിടെ ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠരും ഇവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച സുവിശേഷകരും നമ്മളെ അടുത്ത ദിവസങ്ങളിലും ഈ ദിവസങ്ങളിലും നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ആശീർവദിക്കുന്ന നമ്മളുടെ അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയും അഭിവന്യ തിരുമേനിമാരും ഓരോ ശുശ്രൂഷകൾ രാപകൽ വ്യത്യാസം കൂടാതെ നമ്മളെ ചെയ്ത് സഹായിക്കുന്നവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? എങ്ങനെയെങ്കിലും പോകാനായിട്ടാണോ? കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാനും ചെയ്യേണ്ടത് ചെയ്യുവാനും എന്ത് ദൈവം ആഗ്രഹിക്കുന്നു അത് ചെയ്യുവാനാണ് ഈ വചന കേൾവി നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ മുൻപിലേക്ക് പോകട്ടെ, വേഗം അവസാനിപ്പിക്കണമല്ലോ. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഫെലിസ്ത്യർ മൂടിക്കളഞ്ഞ കിണറുകൾ ഇസഹാക്കിൻ്റെ ദാസന്മാർ വീണ്ടും കുഴിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഫെലിസ്ത്യർ അവയുടെ മേൽ അവകാശം ഉന്നയിച്ചതുകൊണ്ട് അവിടെ നിന്നൊക്കെയും ഇസഹാക്ക്, അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കണം, ഫെലിസ്ത്യർ അവകാശവാദം ഈ ഇസഹാക്കിൻ്റെ ദാസന്മാർ കുഴിച്ചതുകൊണ്ടും ഇസഹാക്കിൻ്റെ പിതാവ് അബ്രഹാം കുഴിച്ച കിണറുകൾ ആവർത്തിച്ച് കുഴിച്ചപ്പോഴും അതിനെ മൂടിക്കളഞ്ഞ സാഹചര്യത്തിൽ ശ്രദ്ധിക്കുക, ഇസഹാക്ക് എതിർക്കാതെ ഒഴിഞ്ഞുമാറി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂടിക്കളഞ്ഞ സാഹചര്യങ്ങളിൽ, ദ്രോഹിക്കുന്ന സാഹചര്യങ്ങളിൽ, അസൂയയുടെ ഉച്ചകോടിയിലെത്തി ഉപദ്രവത്തിൻ്റെ കാഠിന്യത അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നഷ്ടങ്ങൾ എന്തു വന്നിരുന്നാലും വേദനകൾ എന്തു വന്നിരുന്നാലും അവിടെ നിന്ന് മനഃപൂർവ്വമായി ഒഴിഞ്ഞു മാറുകയാണ്. നമുക്കിത് ഏറ്റെടുക്കാൻ സാധിക്കുമോ? എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിലും നമ്മുടെ ഭവനാന്തരീക്ഷത്തിലും പ്രവർത്തന മേഖലകളിലുമൊക്കെ ഒഴിവാക്കാമായിരുന്നു. നീതി വിട്ട് മാറണമെന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വിരുദ്ധമായി നിൽക്കുന്നതിൽ നിന്ന് മനഃപൂർവ്വമായി നമ്മൾ ഒഴിയേണ്ടിടത്ത് നിന്ന് ഒഴിയുവാൻ ശ്രമിക്കേണ്ടതാണ്. ഈ ഒഴിഞ്ഞുമാറലിന് ഒരു വേദശാസ്ത്രജ്ഞൻ നൽകിയിരിക്കുന്ന നിർവചനം ഇങ്ങനെയാണ്: പ്രതികരണ വിശുദ്ധി എന്നുള്ളതാണ്. പ്യൂരിറ്റി ഇൻ റെസ്പോൺസ്, പ്രതികരണ വിശുദ്ധി. അദ്ദേഹം അതിനെക്കുറിച്ച് വീണ്ടും വിചിന്തനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ്, ഞാനത് രേഖപ്പെടുത്തിയിട്ടുണ്ട്: ആയുസ്സും ജീവനും ദൈവത്തിൻ്റെ കരുണയാൽ ലഭിച്ച ദാനമെന്ന തിരിച്ചറിവാണ് ജീവിത വിശുദ്ധിക്ക് അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി പറയാം, ആയുസ്സും ജീവനും ദൈവത്തിൻ്റെ കരുണയാൽ ലഭിച്ച ദാനമാണെന്നുള്ള തിരിച്ചറിവ് ഈ രാത്രിയിൽ നമ്മളെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കണം. കർത്താവേ, നിൻ്റെ കൃപ കൊണ്ട് പുതിയൊരു വർഷം, ഈ വർഷത്തിൻ്റെ മുഴുവൻ നാളുകളും കാണുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ചിരിക്കുന്നു. വീണ്ടും നമ്മൾക്ക് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം തരുമ്പോൾ അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ നിൻ്റെ കരുണ പിന്തുടരണമേ എന്നുള്ളത്. ആയുസ്സും ജീവനും ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവ് മനസ്സിൽ നിന്ന് മാറിപ്പോകരുതേ പ്രിയപ്പെട്ടവരെ. ഈ ജീവനും ജീവിതവും ദൈവത്തിൻ്റെ കരുണയാൽ ലഭിച്ച ദാനമാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ശക്തീകരിക്കും. തീർന്നില്ല. മുമ്പേ ഒരു ചെറിയ മകനെക്കുറിച്ചും വല്യപ്പച്ചനെക്കുറിച്ചും ഞാൻ പറഞ്ഞു. 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ സമയവും സാവകാശവും കിട്ടുന്നെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. വായിക്കുക മാത്രമല്ല, ശ്രദ്ധയോടെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബിൻ്റെ മകൻ ജോസഫ് കടന്നുപോകുന്ന വഴികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗമാണ്. 17 വയസ്സ് പ്രായമുള്ള ജോസഫിനെ പിതാവ് സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ അയക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് 37-ാമത്തെ അധ്യായം മുതൽ ആരംഭിക്കുന്നത്. അസൂയാലുക്കളായിരിക്കുന്ന സഹോദരങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേ വരുന്നു ദൈവത്തിൻ്റെ സ്വപ്നക്കാരൻ എന്ന നിർവചനം കൊടുത്തതിന് ശേഷം ജോസഫിനെ കടന്നാക്രമിക്കുകയും
അവനെ കൊന്നുകളയുവാനുള്ള തലങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ അങ്ങനെ അരുത് എന്ന് പറഞ്ഞ് അതിൽ ഒരുവൻ അവൻ്റെ നിർബന്ധത്താൽ അവനെ പൊട്ടക്കിണറ്റിലേക്ക് വീഴ്ത്തിക്കളയുന്ന അനുഭവം. തീർന്നില്ല. അവിടെ നിന്ന് കരകയറ്റി 20 വെള്ളിക്കാശിന് ഇസ്മായിലർക്ക് വിറ്റ് നൽകുന്ന സംഭവം, അതേ തുടർന്നുണ്ടായ കാരാഗ്രഹാനുഭവങ്ങൾ, മനസ്സറിയാത്ത കാര്യത്തിന് ഉറക്കക്കെട്ട അനുഭവങ്ങൾ, ഒറ്റിക്കൊടുക്കുവാൻ പ്രാപ്തരായിരിക്കുന്ന ആളുകൾ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോഴും അടുത്തു നിന്ന സാഹചര്യങ്ങൾ. എന്നാൽ കാലത്തിൻ്റെ ചക്രം കറങ്ങി. പൊട്ടക്കിണറ്റിൽ നിന്ന് വിടുവിച്ചു, ഒറ്റിക്കടത്തു നിന്ന് വിടുവിച്ചു, കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. അവനെ ദൈവം തമ്പുരാൻ എവിടെയാണോ ഏത് വിധത്തിലാണോ ആഗ്രഹിച്ചത് അവിടെ വീണ്ടും കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തി. ഒരു കാര്യം ഇതിനിടയിൽ മറന്നു പോകരുത്, ദൈവമാർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ! ദൈവമാർക്കും കടക്കാരനല്ല. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടിയാണ് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തിയത്? ഒരു ക്ഷാമകാലം സഹോദരങ്ങൾ അനുഭവിക്കേണ്ടി വരും, പിതാവ് അനുഭവിക്കേണ്ടി വരും. ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുവാൻ ദൈവം നിങ്ങൾക്ക് മുൻപായി എന്നെ ഇവിടെ അയച്ചിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും ഉണ്ടെന്ന് എനിക്കറിയാം. പ്രാരംഭവാക്കുകൾ ഞാൻ പറഞ്ഞു. നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് എന്തുമാത്രമാണ് അവരുടെ നെറുകയിൽ തളം കെട്ടി നിന്നത്, വാർന്നു വാർന്നൊഴുകിയത്. അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ എന്തുമാത്രമാണ് അണപൊട്ടി ഒഴുകിയത്. പകൽ നേരത്ത് മാത്രമല്ല, ആരാധനകളിൽ മാത്രമല്ല, പാതിരാവിൻ്റെ അനുഭവങ്ങളിലും അവരുടെ സങ്കടങ്ങൾ അണപൊട്ടി ഒഴുകി. നമ്മളുടെ മാതാപിതാക്കന്മാരുടെ നെറുകയിൽ നിന്ന് ധാരധാരയായി അവരുടെ മടിത്തട്ടിലും ഓരോ ഇടങ്ങളിലും വീണ കണ്ണുനീരിൻ്റെ ആകത്തുകയാണ് ഈ വചനകൂടാരത്തിൻ്റെ തണലിൽ ഹൃദ്യതയിൽ നമുക്കിരുന്ന് ഈ വചനം കേൾക്കുവാൻ ഇടയാക്കിയത് എന്ന് ഓർക്കണം. ഞാനത് അനുദിനം ഓർക്കുന്ന ഒരാളാണ്. രാത്രി 2:30 മണിയാകുമ്പോൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയും കൃത്യതയോടുകൂടെ സഭയോട് ചേർന്ന് മക്കളെ വളർത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു സാധാരണക്കാരായ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മകനാണ് ഞാൻ. സാധാരണക്കാരെ ദൈവം എവിടെയെങ്കിലുമൊക്കെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവും മിടുക്കുമൊന്നുമല്ല, അവരുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ ഒരു ദൈവം അവരെ ഓർമ്മയിൽ വെച്ചു എന്നുള്ളതാണ്. മനുഷ്യർ മറന്ന സാഹചര്യങ്ങളുണ്ട്. ഒപ്പം നിൽക്കാവെന്ന് പറഞ്ഞവരും അവിടെ വന്ന് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞവരും മറന്നപ്പോഴും മറക്കാതിരുന്നൊരു ദൈവം ഉണ്ട് എന്ന് ഞാൻ ഈ ഭാഗത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വരുന്നത് ദൈവാത്മാവിൽ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ക്ഷാമകാലത്ത് സഹോദരങ്ങൾ അടുത്തു വരുമ്പോൾ പകരം വീട്ടാമായിരുന്നു ജോസഫിന്. പക്ഷേ പകരം വീട്ടിയില്ല. പകരം വീട്ടലിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പരോപകാരത്തിൻ്റെ അനുഭവത്തിലേക്ക് ജോസഫ് നീങ്ങുമ്പോൾ എവിടെ നിന്ന് കിട്ടിയതാണ്? ഇസഹാക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ക്രമമായി സൂക്ഷിച്ചപ്പോൾ ദൈവം തൻ്റെ കരുണയാൽ തലമുറകളിലേക്കത് കൈമാറിയതാണ്. ഈ രാത്രിയിൽ വചനകൂടാരത്തിൻ്റെ തണലിൽ, ഈ ഓഡിറ്റോറിയത്തിൻ്റെ തണലിൽ നമ്മളായിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ വചനവുമായി വന്ന ധാരാളം ആളുകൾ ഉള്ളപ്പോൾ നിങ്ങളെന്നോട് ക്ഷമിക്കണം. വെറും കൈയോടെ ആരെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ടുണ്ടോ? ഈ വചനം കയ്യിലെടുക്കുന്നതിന് ധൈര്യമില്ലാതെയോ ബലമില്ലാതെയോ ആരെങ്കിലും വന്നിട്ടുണ്ടോ? വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത് മാത്രമല്ല, സന്ധിമജ്ജകളെ അകത്തളങ്ങളിൽ ചെന്ന് കീറിമുറിക്കുവാൻ പ്രാപ്തമാണ് വചനം. യാതൊരു സംശയവും അക്കാര്യത്തിന് ഇല്ല. പ്രിയപ്പെട്ടവരെ, വേഗം ഞാൻ താഴേക്ക് പോകട്ടെ. പകരം വീട്ടലിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പരോപകാരത്തിൻ്റെ തലത്തിലേക്ക് ജോസഫ് നീങ്ങി. ഇവിടെ ഇസഹാക്കിൻ്റെയും ക്രമങ്ങൾ വേറെയൊന്നുമല്ല. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് കിണർ കുഴിക്കുന്നതിനോടും മഹാധനവാനായി തീർന്നതിനോടും 100 മേനി തൻ്റെ കൈകളുടെ അധ്വാനം വിളഞ്ഞതിനെക്കുറിച്ചുമാണല്ലോ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശ്രദ്ധയിൽ ആ വേദഭാഗം ഇരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലെ 2-3 കിണറുകളുടെ പ്രത്യേകതകൾ പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം പിതാവിന് ജീവിതയാത്രയിൽ ഒരു പൈതലില്ലാതെ വന്ന സാഹചര്യത്തിൽ ഭാര്യ സാറയുടെ അനുവാദത്തോടുകൂടെ
ദാസിയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ ആകട്ടെ എന്ന് ഉള്ള കാര്യങ്ങളും ക്രമീകരണങ്ങളും ചെയ്ത് അത്തരുണത്തിൽ ഹാഗാർ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ പ്രാപ്തയായ സാഹചര്യങ്ങളുടെ മുൻപിൽ സാറയുടെ കണ്ണിന് നിന്ദിതയായി തീർന്ന ഹാഗാർ മനോവ്യസനത്തോടെ ആശ്വാസം തേടി. ആ വേദഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികിലെത്തുമ്പോൾ യഹോവയുടെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷനാകും വേളയിൽ അവൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതനോട്. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: ഡിഡ് ഐ സീ ഹിം ഹു സീസ് മീ ഹിയർ ടു? എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്നുള്ളത്. നമുക്കെവിടെ ഓടിമറയാൻ സാധിക്കും? ജീവിതത്തിൻ്റെ വേദനകൾ വർദ്ധിക്കുമ്പോൾ ആത്മഹത്യ പരിഹാരമാണോ? വിശ്വാസം ത്യജിച്ചു കളയുന്നതും കൂട്ടായ്മ ബന്ധം ഉപേക്ഷിക്കുന്നതും വിശ്വാസികളോടുള്ള ഒത്തുള്ള യാത്രയിൽ ഒരു കാലത്ത് അനുഭവിച്ച സന്തോഷം വിട്ടുകളയുന്നതും യോഗ്യമാണോ? എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? ദൈവത്തിന് നല്ലതുപോലെ കാണാനായിട്ട് കഴിയും. ഞാൻ ബലഹീനനായിരിക്കുന്ന ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ താല്പര്യത്തോടിരിക്കുന്ന നമ്മുടെ ഭൗതിക അനുഭവങ്ങളെ മാത്രമല്ല കാണുന്നത്, അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളെ കാണുന്ന ദൈവമാണ്. ദൂതൻ അവളുടെ അടുക്കൽ ചെന്നു എന്നല്ല, അടുക്കൽ അകത്ത് ചെന്ന് അവളോട് പറയുകയാണ്: മറിയേ, ഭയപ്പെടരുത്, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കും. ഈ രാത്രിയിൽ ചോദ്യങ്ങളും സംശയങ്ങളും ഭാരങ്ങളും ആവലാതികളും സങ്കടങ്ങളും പൊരുത്തക്കേടുകളും വല്ലാത്ത ഭീതിയും ആദിയും ഉറക്കക്കെടുത്തുന്ന അനുഭവങ്ങളുമായി ഒരാളെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഈ വചനത്തെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ അതിനോടൊപ്പം നമ്മളുടെ ജീവിതാനുഭവങ്ങളിൽ ഇടപെടുന്ന കയറി വരുന്ന ഒരു ദൈവമുണ്ട്. യാതൊരു സംശയവും ഇല്ല. എന്നെ കണ്ടവനെ ഞാനിവിടെയും കണ്ടുവോ? ആഗാറിനോട് പറയുകയാണ്: ദാ ഇവിടെ ഒരു നീരുറവയുണ്ട്. അവിടെ ഇട്ടൊരു പേരുണ്ട്, ബർ ലഹൈ രോയി എന്നാണ് അവിടെ ഇട്ടിരിക്കുന്നത്. എന്നെ കണ്ടവൻ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ആ നീരുറവയ്ക്കിട്ടിരിക്കുന്ന പേര് ബർ ലഹൈ രോയി. തീർന്നില്ല. ഹാഗാർ ഇപ്പോൾ കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ല. 21-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം സാറ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള ക്രമീകരണത്തിൻ്റെ വക്കിലേക്ക് വരുമ്പോൾ അവിടെയും അബ്രഹാമിൻ്റെ അല്ല സാറയുടെ മുൻപിൽ അവൾ നിന്നതയായി തീരുമ്പോൾ അവളുടെ കയ്യിലേൽപ്പിക്കുന്ന 2 സംഗതികളുണ്ട്. അബ്രഹാമും സാറയും ചേർന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ഒരു തുരുത്തിയിൽ അല്പം വെള്ളവും ഒരു അടയും. എത്ര നേരത്തേക്കൊണ്ട് ഈ തുരുത്തിയിലെ വെള്ളം? എത്ര നേരത്തേക്കൊണ്ട് ഈ കയ്യിൽ കൊടുത്തിരിക്കുന്ന അട? ഇന്നത്തെ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ പോലും അവൾ ഭവനത്തിലല്ലല്ലോ, മരുഭൂമിയിലേക്ക് പോയിരിക്കുകയല്ലേ. ഹാഗാർ പുറന്തള്ളപ്പെടുകയാണ്. ബർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കരുതിയ അടയും കരുതിയ വെള്ളവും തീർന്നു. വീണ്ടും വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് സ്പർശിച്ചത് ഇങ്ങനെയാണ്: കുട്ടിയെ കുറുങ്കാട്ടിൽ കിടത്തുന്നു, കുഞ്ഞിനെ കുറുങ്കാട്ടിൽ കിടത്തുന്നു. ഒരമ്പിൻപാട് ദൂരത്ത് ഹാഗാർ മാറി നിൽക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുൻപിൽ ഇങ്ങനെ തെളിയുകയാണ്. അവളിങ്ങനെ മാറി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ആ കുഞ്ഞ് കരയാൻ തുടങ്ങുകയാണ്, നിലവിളിക്കാൻ തുടങ്ങുകയാണ്. അവൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം ഉയരുകയാണ്. അമ്മയുടെ കൈത്തളങ്ങളിൽ നിന്ന്, അമ്മയുടെ വിരുമാറിൽ നിന്ന്, അമ്മയുടെ ചൂടനുഭവിച്ച വിരുമാറിൽ നിന്ന്, നെഞ്ചിൽ നിന്ന് ഇതാ ഉണ്ണി യേശുവിനെ കിടത്തിയതുപോലെ അതിലും വളരെ വേദനാജനകമായി കുഞ്ഞിനെ ആ കുറുങ്കാട്ടിൽ കിടത്തുകയാണ്. എന്നെ സ്പർശിച്ച ഒരു വാചകം, ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തീർന്നില്ല. ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് അവിടെ കിടപ്പുണ്ട്. ഭയപ്പെടേണ്ട
എന്നതാണ് ദൂതൻ്റെ ശബ്ദം. ഭയപ്പെടേണ്ട. ഞാനിങ്ങനെ ആ വേദഭാഗം ആവർത്തിച്ച് വായിച്ചപ്പോൾ ജീവിതാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ തട്ടിച്ചു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്ദേശം ഇങ്ങനെയാണ്: ഈ അടയും തീർന്നു, വെള്ളവും തീർന്നു, മരണത്തിൻ്റെ വക്കിലേക്ക് പോകത്തക്ക വിധത്തിൽ നിലവിളിയും ആരംഭിച്ചു. അപ്പോഴാണ് ദൂതൻ്റെ വെളിപ്പെടലും ശബ്ദവും ഭയപ്പെടേണ്ട എന്നുള്ളത്. ആ ഭയപ്പെടേണ്ട എന്നുള്ള വാക്കിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ദൈവശബ്ദം എഴുതി ചേർത്തിട്ടില്ലെങ്കിലും നമുക്ക് ലഭിച്ചതിങ്ങനെയാണ്: മനുഷ്യൻ്റെ കരുതലുകൾ അസ്തമിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ കരുതലുകൾ ആരംഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ! മനുഷ്യൻ്റെ കരുതലുകൾ അസ്തമിക്കുമ്പോൾ അപ്പവും ഈ വെള്ളവും തീരുന്ന കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിയത് പലതും നമുക്ക് സഹായകരമല്ലാത്ത സാഹചര്യങ്ങളുണ്ടാകും. എല്ലാം കൈയൊഴിഞ്ഞു പോകുന്ന ഒരു കാലമുണ്ടാകും. നിലവിളിയുടെയും വേദനയുടെയും നിരന്തരമായ ഭാരത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ടാകും. അപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന ദൈവ സാന്നിധ്യം നമ്മൾ ഈ ആവതുള്ള കാലത്ത് തിരിച്ചറിയണം എന്നുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ നീരുറവകളുടെ പ്രത്യേകതകൾ ഇതാണ്: അസ്തമിക്കുന്നു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് അവൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അസ്തമിക്കുന്നു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് അവൻ ആരംഭിക്കുന്നു. 26-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു വന്ന വേദഭാഗങ്ങളോടുള്ള ബന്ധത്തിൽ മൂടിയ കിണറുകൾ മൂടട്ടെ എന്ന് പറഞ്ഞ് വേറെ കിണറുകൾ മറ്റൊരു കിണർ ഇങ്ങനെ കുഴിച്ച് പോകുവാൻ ഇസഹാക്കും സ്നേഹിതരും ശ്രമിക്കുമ്പോൾ ഫെലിസ്ത്യർ വീണ്ടും ശണ്ടയിട്ട ഒരു കിണറിനെ കുറിച്ച് 26-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഉണ്ട്. ആ കിണറിനിട്ട പേര് യേശക് എന്നാണ്. യേശക് എന്ന വാക്കിൻ്റെ അർത്ഥം കലഹം എന്നാണ്. ശണ്ടയിട്ടതുകൊണ്ട് കിണറിന് യേശക് എന്ന് പേർ വിളിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശക് എന്ന വാക്കിൻ്റെ അർത്ഥം കലഹം. 26-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കിണർ കുഴിക്കുന്നു, വേഗം അവസാനിപ്പിക്കും. അവിടെയും ശണ്ടയിട്ടു, അതുകൊണ്ട് സിത്ന എന്ന് പേരിട്ടു. സിത്ന എന്ന വാക്കിൻ്റെ അർത്ഥം വിദ്വേഷം എന്നാണ്. 26-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കിണർ കുഴിച്ചു, ശണ്ടയിട്ടില്ല. അതിന് ശണ്ടയിടാത്തത് കൊണ്ട് രഹോബോത്ത് എന്ന് പേരിട്ടു. രഹോബോത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വിശാലമായത്. 26-ാമത്തെ അധ്യായത്തിൻ്റെ 32-33 വാക്യം വായിക്കുമ്പോൾ ശണ്ടയിടാത്ത മറ്റൊരു കിണർ ലഭ്യമായി. ശിബ എന്ന് അതിന് പേരിട്ടു, ഉടമ്പടിയുടെ കിണർ. ആ വേദഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഇസഹാക്കിനോടും ദാസന്മാരോടും ഒരു ഉടമ്പടി ചെയ്ത് ഒരു വ്യവസ്ഥയുണ്ടാക്കി, ഇനിയും നിങ്ങൾ മുൻപിലേക്ക് യാത്ര ചെയ്യുക, ഞങ്ങൾക്ക് ഇത്രയും അവകാശപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ധ്യാനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ശണ്ടയിട്ടും ശണ്ടയിടാതെയും ഒക്കെ ലഭിക്കുന്ന കിണറുകളും സാഹചര്യങ്ങളും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമുക്ക് നിർവചിക്കാം: ദൈവം നടത്തുന്ന വഴികളിൽ ശാന്തതയും വിശാലതയും സമാധാനവും സന്തോഷവും മാത്രമല്ല, എതിർപ്പുകളും പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഈ രാത്രിയിൽ ഈ വചനത്തിൻ്റെ തണലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പുതിയ വർഷത്തിൽ യാത്ര ആരംഭിച്ച് വചനത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉറച്ച തീരുമാനത്തോടെ അടുത്ത വിശുദ്ധ കുർബാന കഴിഞ്ഞ് തീർച്ചപ്പെടുത്തി ഭവനത്തിലേക്ക് പോകുവാൻ തീരുമാനമെടുക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഓർക്കണം, ദൈവം നടത്തുന്ന വഴികളിൽ അബ്രഹാമിനെ നോക്കിയാലും ഇസഹാക്കിനെ നോക്കിയിരുന്നാലും ജോസഫിനെ നോക്കിയിരുന്നാലും പിതാക്കന്മാരെ നോക്കിയിരുന്നാലും ശാന്തതയും വിശാലതയും സമാധാനവും സന്തോഷവും മാത്രമല്ല അവർക്കുണ്ടായിരുന്നത്. എതിർപ്പുകളും പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അവരെന്ത് ചെയ്തു എന്നത് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. എതിർപ്പുകളുടെയും വേദനകളുടെയൊക്കെ മധ്യത്തിൽ അവർ സത്യദൈവത്തിൻ്റെ മുഖത്തേക്ക്, അങ്ങനെയാണ് നമ്മൾ ആ വേദഭാഗം വായിച്ച അവസാനിപ്പിച്ചത്. സത്യദൈവത്തെ ആരാധിക്കുന്ന പക്ഷത്ത് നിൽക്കുവാൻ അവർ തയ്യാറാകുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ, ക്രൂശിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ലോകാവസാനം വരെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമ്മോട് പറഞ്ഞ കർത്താവിനോടുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും ജീവിതയാത്ര തുടരണം എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്.
പഴയ നിയമം നമ്മൾ ചിന്തിക്കുന്നുവെങ്കിലും കർത്താവിലൂടെ സാധ്യമാക്കിയിരിക്കുന്ന വീണ്ടെടുപ്പും രക്ഷയും സന്തോഷവും സമാധാനവും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാം ശ്രദ്ധിച്ചാൽ 2 പ്രധാന വെല്ലുവിളികളാണ്. അതാണ് എനിക്ക് അവസാനമായി പങ്കുവയ്ക്കാനായിട്ടുള്ളത്. 2 പ്രധാന വെല്ലുവിളികൾ ഇസഹാക്കിൻ്റെ മുൻപിലുണ്ട്. ഒന്ന് ഫിലിസ്ത്യതയാണ്. എന്താ ഫിലിസ്ത്യത? മറ്റുള്ളവരുടേതെല്ലാം എൻ്റേത് എന്ന ധാർഷ്ട്യവും മനോഭാവവും. സക്കായിക്ക് പറ്റിയ അബദ്ധം അവിടെയാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ അന്യായമായതും ചതിവായി വാങ്ങിയതും കയ്യിൽ നിന്ന് തിരികെ കൊടുത്തപ്പോഴാണ് ഈ തലയുടെ കീഴിലേക്ക് മടക്കി വെച്ച കരങ്ങൾ നിമിത്തം ശാന്തമായി ഉറങ്ങുന്ന രാത്രികളുടെ നാളുകൾ മടങ്ങി വന്നു. ഫിലിസ്ത്യത മറ്റുള്ളവരുടേതെല്ലാം എൻ്റേതെന്ന കിണറുകൾ മൂടിക്കളയുക മാത്രമല്ല, അബ്രഹാമിൻ്റെയും ഈ ഇസഹാക്കിൻ്റെയും ജീവിത പങ്കാളികളെയൊക്കെ സ്വന്തമാക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു സമൂഹം, സൗന്ദര്യമുള്ളത് തങ്ങളുടേത്, എന്തുമാകാം. ഈ കാലഘട്ടത്തിലും അങ്ങനെയാണല്ലോ. ഞാൻ അതിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഇസഹാക്കിൻ്റെ മുൻപിലുള്ള ഒരു വെല്ലുവിളി ഫിലിസ്ത്യതയാണ്. മറ്റുള്ളവരുടേതെല്ലാം എൻ്റേതെന്ന് പറയുന്നവരുടെ മുൻപിൽ എങ്ങനെയാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത്? 2 കൂടാരവാസവും സഞ്ചാര ജീവിത ശൈലിയുമാണ്. അതാണ് തൻ്റെ മുൻപിൽ. ഏത് വഴി തിരഞ്ഞെടുക്കും? നീതിമാനായിരിക്കുന്ന ജോസഫിനോട് മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട എന്ന് പറയുമ്പോൾ നീതിയുടെ പ്രമാണം ഒരു വശത്ത് നിൽക്കുന്നു, കടപ്പാടുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നത് പോലെ, അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നത് പോലെയാണ്. ഫിലിസ്ത്യത ഒരു വശത്ത് നിൽക്കുമ്പോൾ കൂടാരവാസവും സഞ്ചാര ജീവിത ശൈലിയും വെല്ലുവിളികളായി ഇസഹാക്കിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. എന്നാണ് കൂടാരവാസവും സഞ്ചാര ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്നത്? ജീവിത ക്ഷണികതയുടെ ഓർമ്മപ്പെടുത്തലുകളും ഒപ്പം പങ്കുവയ്ക്കലിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും മനോഭാവമാണ് കൂടാരവാസവും സഞ്ചാര ജീവിത ശൈലിയും. ജീവിത ക്ഷണികതയുടെ ആവശ്യം. മത്തായി സുവിശേഷം 26:60 നോക്കിയാൽ, യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, യേശുവിൻ്റെ ശരീരം പിലാത്തോസിൻ്റെ അനുവാദത്തോടുകൂടെ കൈക്കലേക്ക് സ്വീകരിച്ച് പ്രിയപ്പെട്ടവർ സംസ്കരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, തനിക്ക് വേണ്ടി തോട്ടത്തിൻ്റെ നടുവിൽ മുൻപാരെയും വെച്ചിട്ടില്ലാത്ത ഒരു ഒഴിഞ്ഞ കല്ലറ. മുൻപാരെയും വെച്ചിട്ടില്ലാത്തത് അങ്ങനെയാണല്ലോ, തോട്ടത്തിൻ്റെ നടുവിൽ. തോട്ടം സാധ്യതകളുടെ അടയാളമാണ്. തോട്ടം സാധ്യതകളുടെ അടയാളമാണ്. അത് റബ്ബർ തോട്ടമല്ല, ഒലിവ് തോട്ടമാകാം, നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തോട്ടമാകാം, കാപ്പിത്തോട്ടമാകാം, എന്തുമായിക്കൊള്ളട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. തോട്ടം സാധ്യതകളുടെ നടുവിലാണെങ്കിലും അതിൻ്റെ നടുവിൽ ഒരു കല്ലറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധ്യതകളെയും വിട്ടുപിരിഞ്ഞ് പോകേണ്ട ഒരു നാളുണ്ടായിരിക്കും. ജോസഫ് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. നമുക്കും അങ്ങനെ കല്ലറയുണ്ടെങ്കിലും ആ കല്ലറ എന്തിനു വേണ്ടിയാണ്? അതിനു മുൻപായുള്ള ഈ ജീവിതം ചിട്ടപ്പെടുത്തേണ്ട ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജീവിത ക്ഷണികതയുടെ ഓർമ്മപ്പെടുത്തലുകളും ഒപ്പം പങ്കുവയ്ക്കലിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും മനോഭാവവും. പ്രിയപ്പെട്ടവരെ, 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പിതാവായിരുന്ന അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഫെലിസ്ത്യർ മൂടിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് വീണ്ടും കുഴിക്കുന്നു. കുഴിക്കുക മാത്രമല്ല, അബ്രഹാം ഇട്ടിരുന്ന പേരുകൾ മകൻ ഇസഹാക്ക് അവയ്ക്ക് നൽകുന്നു എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെന്താ നമ്മളെ സൂചിപ്പിക്കുന്നത്? അപ്പൻ കുഴിച്ച കിണർ ഫെലിസ്ത്യർ മൂടി ഒഴിഞ്ഞുമാറി. എന്നാൽ ദൈവം നൽകിയ സാധ്യതകൾ, പിതാക്കന്മാരിൽ നിന്ന് കൈമാറിയ ഓരോ കിണറുകളുടെയും സാധ്യതകൾ വരുമ്പോൾ അവയ്ക്ക് പേരിടുകയാണ്. അപ്പനിട്ട പേരാണ്. ഇത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ തലങ്ങളെയും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെയും ദൃഢതയിലേക്ക് വിരൽ ചൂണ്ടുവാൻ നമ്മളെ ഈ രാത്രിയിൽ ആഹ്വാനം ചെയ്യുകയാണ്. ഏത് കിണർ? എന്താണ് കിണർ? പിതാവിട്ട പേര് തന്നെ ഇസഹാക്ക് മകൻ അവയ്ക്ക് ഇടുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് നിർവചിക്കാം: പിതാവിൻ്റെ ജീവിതാനുഭവങ്ങളോട് ഏറെ ബന്ധമുള്ളത് കൊണ്ടാണ് അവയ്ക്ക് പേര് നൽകുവാൻ കാരണമായത്. നമ്മളുടെ പേരിൻ്റെ കൂടെ നമ്മുടെ അമ്മയുടെയോ അപ്പൻ്റെയോ പേര് കൂട്ടിച്ചേർക്കുമ്പോൾ ഇതെൻ്റെ വകയാണ്, സ്വന്തമാണ്, എൻ്റേതാണ്. പിതാവിട്ടിരിക്കുന്ന പേര് ഇസഹാക്ക് ഇടണമെന്നുണ്ടെങ്കിൽ പിതാവിൻ്റെ ജീവിതാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ അത് രൂപപ്പെട്ടതുകൊണ്ടാണ് മകൻ അത്തരണത്തിൽ അതിന് പേര് നൽകുവാൻ കാരണം. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാർക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള പലതും പിൻതലമുറകൾക്ക് പ്രയോജനപ്പെടാത്ത വിധത്തിൽ ശത്രു മൂടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചതിൻ്റെ അവസാന നിമിഷങ്ങൾ 3-4 മിനിറ്റ് മതിയായിരിക്കും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ.
അത് പറയുമ്പോൾ ഈ രാത്രിയിലെ സംഗമത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാകും. പിതാക്കന്മാർക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള പലതും തലമുറകൾക്ക് പ്രയോജനപ്പെടാത്ത വിധത്തിൽ ശത്രു മൂടിക്കളഞ്ഞിട്ടുണ്ട്. എന്നെ രണ്ട് കണ്ണും കാതും തുറന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാൽ മൂടിക്കളഞ്ഞ സാഹചര്യത്തിൽ തിരിച്ചറിവുള്ള മക്കൾ, തലമുറകൾ ദൈവത്തിലുള്ള ആശ്രയത്തിലും വിശ്വാസത്തിലും അശ്രാന്ത പരിശ്രമത്തിലൂടെ അവയെ കണ്ടെത്തേണ്ടത് ഏറെ ആവശ്യമാണ്. പിതാക്കന്മാർക്ക് പ്രയോജനപ്പെട്ടത് പലതും നമ്മളുടെ ജീവിതയാത്രയിൽ ശത്രു മൂടിയിട്ടുണ്ട്. ക്രിസ്തീയ ഭവനത്തിൽ ജീവിക്കുമ്പോൾ ശത്രു മൂടിയിട്ടുണ്ട്. നമ്മുടെ മുൻ തലമുറകൾ നമ്മുടെ മുൻപിൽ കുഴിച്ച കിണറുകൾ ശത്രു മൂടിയത് ഏതൊക്കെയുള്ള കിണറുകളാണ്? കഷ്ടതയുടെയും പട്ടിണിയുടെയും ജീവിത പരീക്ഷണങ്ങളുടെയും മധ്യത്തിൽ ചില കിണറുകൾ നമ്മുടെ മാതാപിതാക്കന്മാർ കുഴിച്ചിരുന്നു. ഒന്നാമത്തെ കിണർ, പ്രഭാതത്തിലെയും സന്ധ്യയിലെയും ഒരു പായയിൽ കുടുംബമായിരുന്ന കണ്ണുനീരിൽ സമർപ്പിച്ച കുടുംബ പ്രാർത്ഥന എന്ന കിണർ ശത്രു മൂടിയില്ലേ? ഇത് വലിയ വെല്ലുവിളിയായിരിക്കണം. ജോസഫ് ഈ രാത്രിയിൽ നമ്മളോട് സംസാരിക്കുന്നു. ദൈവസന്നിധിയിൽ വാങ്ങി വിശ്രമം കൊള്ളുന്ന മനുഷ്യനാണെങ്കിലും ഈ രാത്രിയിൽ ജോസഫ് സംസാരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ മുൻ തലമുറകൾ കണ്ണുനീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നടുവിൽ പ്രഭാതത്തിലും സന്ധ്യയെങ്കിലും ഇടതടവില്ലാതെ ഒരു പായിലിരുന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച കുടുംബ പ്രാർത്ഥന എന്ന കിണർ ശത്രു മൂടിക്കളഞ്ഞു. ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നില്ല. കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ട ഏതെങ്കിലും വീടുകളുണ്ടോ? എത്ര മണിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണരും? വിദേശത്തേക്ക് പഠനത്തിനായും അധ്വാനത്തിനായും പ്രിയപ്പെട്ടവർ കുടുംബസ്ഥരായൊക്കെ പോകുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുന്നത് എന്താണ്? ദേവാലയവുമായിട്ടുള്ള ബന്ധം, വചന ശുശ്രൂഷയിൽ നമ്മളോട് ഇടപെട്ട വാക്കുകൾ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ തലങ്ങൾ എങ്ങനെയിരിക്കുന്നു എന്ന് ഇക്കരെ നിന്ന് ചോദിക്കുമ്പോൾ ധൈര്യപൂർവ്വം ചോദിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ചോദിക്കുന്നവർ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും സാധ്യമായി തീരണം. 2, ദൂരപരിധിയോ സമയമോ നോക്കാതെ വചനത്തിൻ്റെ തണലിലിരുന്ന് ദൈവകൃപ അനുഭവിച്ച കൂട്ടായ്മയുടെ കിണറുകൾ ചില ശത്രു മൂടി. എല്ലാവരുടെയും മൂടിയെന്ന് ഞാൻ പറയുന്നില്ല. ദേവാലയത്തിൽ ഒരു കൂട്ടായ്മ നടക്കുമ്പോൾ എത്ര പേർ അതിൽ സംബന്ധിക്കും? ദൂരപരിധിയിൽ കണക്കാക്കാതെ, ഇരുട്ട് കണക്കാക്കാതെ എത്രയോ വേഗത്തിലാണ് ദൂരസ്ഥലങ്ങളിൽ അപ്പുറത്തെയും ഇപ്പുറത്തെയും ഇടവകളുടെ തണലിൽ ക്രമപ്പെടുത്തിയിരിക്കുന്ന കൺവെൻഷൻ യോഗങ്ങളിൽ വിശുദ്ധ വേദപുസ്തകവുമായി വചനം കേൾക്കുവാനുള്ള താല്പര്യത്തോടെ അതിവേഗം യാത്ര ചെയ്തതും കേട്ട വചനങ്ങൾ ബുക്കിൽ മാത്രമല്ല ഹൃദയത്തിൻ്റെ പലകയിൽ അപ്പാടെ ഒപ്പിവെച്ചതിന് ശേഷം സാക്ഷ്യ നിർവഹണത്തോടുകൂടെ വലിയ 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 ദർശനത്തിൻ്റെ ഉടമകളായി ഈ ഭൂമിയിൽ എത്രയോ മാതാപിതാക്കന്മാർ നമുക്ക് വഴികാട്ടിയായി തീർന്നു. 3, ഒരേ ദർശനത്തോടും ഒരേ അഭിപ്രായത്തോടും നിലപാടുകൾ ഉറപ്പിച്ച പള്ളി ആരാധനയുടെ സംഘബലം എന്ന കിണർ മൂടിയില്ലേ? ഒരേ അഭിപ്രായമുണ്ടായിരുന്ന കാലങ്ങൾ ഇപ്പോഴില്ല എന്ന് അതിനർത്ഥമില്ല. എന്നാലും അഭിപ്രായ വ്യത്യാസത്തിൽ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ദൈവമഹത്വത്തിനായി ക്രമപ്പെടുത്തുന്നത്, ഇല്ലായ്മയായി പോയിട്ടുള്ളത്. സംഘബലം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വചന പഠനത്തിലും കൂട്ടായ്മയിലും പ്രാർത്ഥനകളിലുമാണ് ഉണ്ടാകേണ്ടത്. ചിന്തകനായിരിക്കുന്ന തോമസ് കാർലിനോട് ഒരു ചോദ്യമൊരിക്കൽ ചോദിച്ചു. ഒരാൾ ചോദിച്ചു, കാർലിൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൈറ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിന്റെ ജീവിതത്തിൽ നിന്നെ ഘടാകർഷിക്കുന്ന സംഗതി എന്ന് പറയാമോ? വാട്ട് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൈറ്റ് ഇൻ യുവർ ലൈഫ്? അദ്ദേഹം പറയുന്നു, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൈറ്റ് ഇൻ മൈ ലൈഫ് ഈസ് ദ സൈറ്റ് ഓഫ് മൈ മദർ ബോവിംഗ് ഹെർ ടു ഹയർ ഇൻ ഹെവൻ. നമ്മുടെ ശിരസ്കയായി പ്രാർത്ഥിക്കുന്ന, തൊഴുകൈകളോടുകൂടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ ഓർമ്മയിൽ എത്തുന്നത്. സെൻ്റ് അഗസ്റ്റിനോട് ചോദിച്ചിരുന്നാലും അങ്ങനെ തന്നെ പറയും. അദ്ദേഹം നിർത്തുന്നില്ല, ഇങ്ങനെ പറഞ്ഞു, സച്ച് സൈറ്റ് സസ്പെക്ടഡ് ഇൻഫൻസി ടച്ച്ഡ് എ ഫൈബർ ഓഫ് ബി. ഈ കാഴ്ച എൻ്റെ സന്ധിമജ്ജകളെ മാത്രമല്ല ഹൃദയത്തെ പോലും അതിൻ്റെ അകത്തളങ്ങളെ ആകമാനം രൂപാന്തരപ്പെടുത്തുന്നതായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളകളിലേക്ക് ഈ സംഘബലം, ഈ പ്രാർത്ഥനയുടെ ബലം, ഈ വചനപഠനത്തിൻ്റെ ബലം, ആരോഗ്യപരമായ ദൈവിക ബന്ധത്തിൻ്റെ കൂട്ടായ്മയുടെയൊക്കെ ബലം എങ്ങനെ ലഭിക്കും? 4, ലഭിച്ചിട്ടുള്ള അവസരങ്ങളൊന്നും പാഴാക്കാതെ തിരുശരീര രക്തത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുള്ള കിണറുകൾ. അച്ഛൻ പറഞ്ഞു, നാളെ എല്ലാവരും എത്തണം. നിശ്ചയമായും എത്തുന്നത് എന്തിനാണ്? ഈ ദിവ്യശക്തി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. 5, ഇസഹാക്കിനെ പോലെ ധ്യാനനിഷ്ഠയുടെ ജീവിതശൈലി രൂപപ്പെടുത്തുവാൻ സഭയിലൂടെ ലഭ്യമായ നോമ്പുകാലങ്ങളുടെ കിണറുകൾ പലരിലും മൂടിയിട്ടുണ്ട്. നോമ്പുണ്ടോ സഭയ്ക്ക്? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം.
ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. നമുക്ക് നേതൃത്വം നൽകുന്ന വൈദികരോട് ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, എത്രയോ കിണറുകൾ മൂടി അവസാനമായി ദൈവിക വിഷയങ്ങൾക്ക് വേണ്ടി ലാഭേച്ഛ കൂടാതെ ഔദാര്യമായി നൽകിയിട്ടുള്ള ദാനധർമ്മങ്ങളുടെ കിണറുകൾ എത്ര ആഴ്ച അച്ഛൻ പരസ്യപ്പെടുത്തണം? ഭദ്രാസന എപ്പിസ്കോപ്പ തിരുമേനിമാരും അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയൊക്കെ കൽപ്പനകളിലൂടെയൊക്കെ നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ, സ്ഥാപനങ്ങൾക്കും ഇടങ്ങൾക്കും വേണ്ടി കൈത്താങ്ങൾ നൽകണമെന്ന് പറയുമ്പോൾ കണക്ക് നോക്കാതെ നൽകുന്ന എത്ര പേർ? നമ്മൾ വന്ന വാഹനം ആര് തന്നതാണ്? ഇവിടെ നിൽക്കാനുള്ള യോഗ്യത ആര് തന്നതാണ്? ഈ ധരിക്കാനുള്ള വസ്ത്രം ആര് തന്നതാണ്? ഈ പറയുവാനുള്ള കൃപ തന്നതാരാണ്? ആരോഗ്യമുള്ള കണ്ണും കാതും അനുഭവങ്ങളും നൽകിയതാരാണ്? ആരുടെയും മുൻപിൽ തലകുനിക്കാതെ, കൈ നീട്ടാതെ, ഇരക്കാതെ, ഒട്ടിയ വയറുമായി നിൽക്കാതെ സമൃദ്ധിയിൽ നിലനിർത്തിയതാരാണ്? പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തട്ടെ. ഈ കിണറുകളെല്ലാം സ്വാർത്ഥതയുടെയും തൻപോരിമയുടെയും ധാർഷ്ട്യത്തിൻ്റെയും പ്രതീകമായ ഫെലിസ്ത്യത മൂടിക്കളഞ്ഞിട്ടുണ്ട്. ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ കിണറുകളെ വീണ്ടും കുഴിക്കാത്തിടത്തോളം കാലം നമ്മളുടെ ജീവിതം പൂർണ്ണമല്ല എന്ന് ഇസഹാക്ക് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. തിമോത്തി ലാങ് പറഞ്ഞത് എന്താണ്? റിസ്റ്റോർ ബ്രോക്കൺ റിലേഷൻഷിപ്പ്. എനിക്ക് പുതിയ ആയുസ്, ദൈവത്തോടുള്ള ബന്ധങ്ങൾ അറ്റുപോയ സ്ഥലത്ത് ഞാൻ ആ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കും. ദൈവത്തോടുള്ള ബന്ധം, മാതാപിതാക്കന്മാരോടുള്ള ബന്ധം, ജീവിത പങ്കാളിയോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, സമൂഹത്തോടുള്ള ബന്ധം ഞാൻ കൂട്ടിച്ചേർക്കും. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നാം മടങ്ങിപ്പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ തീരുമാനങ്ങൾ ഇത്തരണത്തിൽ ദൈവത്തോട് ചേർന്ന് വിളക്കി ചേർക്കുന്നതായിരിക്കട്ടെ. ഇസഹാക്കിൻ്റെ ജീവിതാനുഭവം നമുക്ക് അത്തരുണത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.